ഗൾഫിലിരുന്നുകൊണ്ട് വോട്ടവകാശം ഈ അടുത്ത കാലത്തൊന്നും വിനിയോഗിക്കാൻ കഴിയില്ല എന്നറിയാമെങ്കിലും നാട്ടിൽ പോയി വോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്ന പ്രവാസിയുടെ അവസ്ഥയും ശോകമാണ്. നിലവിലെ ഈ യുദ്ധ സാഹചര്യം മുതലെടുത്ത് ചില വിമാന കമ്പനികളുടെ വൻതോതിലുള്ള ടിക്കറ്റ് വർധനവ് വോട്ടവകാശമുള്ള പ്രവാസികൾക്ക് നാട്ടിൽ പോയി അത് ഉപയോഗിക്കാൻ കഴിയാതെയാക്കുകയാണ്. ചില വിമാനങ്ങൾ റദ്ദു ചെയ്യുന്നു, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യിപ്പിച്ച് പകരം ടിക്കറ്റിന് ഇരട്ടി ചാർജ് ഈടാക്കുകയും ചെയ്യുന്നു. ഇത് കാരണം കൊണ്ട് തന്നെ ഇത്തവണ ഏപ്രിൽ 9 കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസി വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞേക്കും. വോട്ടർ പട്ടികയിൽ പേര് വരാനും ID ഉണ്ടാക്കാനും കഷ്ടപ്പെട്ടവരാണ് പല പ്രവാസികളും. പുതിയ SIR നടപടിക്ക് ശേഷം ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇങ്ങനെ ഒരുപാട് നൂലാമാലകളൊക്കെ പരിഹരിച്ച് വോട്ട് ചെയ്യാൻ കാത്തിരുന്നവർക്ക് മുന്നിൽ വില്ലനാവുകയാണ് വിമാന ടിക്കറ്റ് നിരക്ക്. പല മണ്ഡലങ്ങളുടെയും വിധി പ്രവാസികൾക്ക് തീരുമാനിക്കാൻ കഴിയുമായിരുന്നു. ശക്തമായ പോരാട്ടം നടക്കുന്ന മലപ്പുറം ജില്ലയിലെ തിരൂരും കോഴിക്കോട്ടെ കുറ്റ്യാടിയുമടക്കം പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള നിരവധി മണ്ഡലങ്ങളുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില സംഘടനകൾ തയ്യാറാക്കുന്ന വോട്ട് വിമാനങ്ങളും ഇത്തവണ ഇല്ല എന്ന മട്ടിലാണ്. ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന ഈ വോട്ടുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഏത് മുന്നണിക്ക് ഗുണം ചെയ്യും ദോഷം ചെയ്യുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് അവർ താമസിക്കുന്ന രാജ്യത്ത് നിന്ന് വോട്ടവകാശം അനുവദിച്ച് നൽകുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പ്രവാസികളുടെ അവസ്ഥ ഇങ്ങനെയാണ്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്തുന്നതിൽ പ്രവാസികൾ നിർണായകമായ പങ്ക് വഹിക്കുന്നു. അധികാരികളും രാഷ്ട്രീയക്കാരും ഒക്കെ പ്രവാസികൾക്ക് കാലങ്ങളായി തരുന്ന ഈ ഒരു കോംപ്ലിമെന്റിനപ്പുറത്തേക്ക് വോട്ടവകാശം പോലും ഇപ്പോഴും പ്രവാസികൾക്കില്ല എന്ന കാര്യവും നിജസ്ഥിതിയായി തുടരുകയാണ്.